അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഇപ്രാവശ്യം നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 1, മമ്മൽസ് ആർ ദ അനിമൽസ് വിച്ച് ഗിവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് ദം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് മമ്മൽസ്. ഇവിടെ എന്താ മമ്മൽസ് എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം അല്ലേ, അവർ സസ്തനികൾ എന്ന് വെച്ചാൽ അവർ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ് അല്ലേ, അവയെയാണ് നമ്മൾ സസ്തനികൾ എന്ന് പറയാം. ഇവയുടെ കുറച്ച് ഫീച്ചേഴ്സ്, ഈ സസ്തനികളുടെ സവിശേഷതകളാണ് താഴെ തന്നിട്ടുള്ളത്. അതിൽ അവരുടെ സവിശേഷതയിൽ പെടാത്തത് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം അല്ലേ എന്തൊക്കെ പോയിന്റ്സാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ് വരുന്നത് ദ ലേ എഗ്സ് എന്നാണ് അല്ലേ, അവർ മുട്ടയിടുന്നവയാണെന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ദേ ഹാവ് പിന ഓൺ ദെയർ ഇയേഴ്സ്, അവർക്ക് എന്തുണ്ട്, ചെവിക്കുടയുണ്ട്. ദെൻ സി വരുന്നത് ദെയർ ബോഡീസ് ആർ കവേർഡ് വിത്ത് ഹെയർ ഓർ ഫർ, അവരുടെ ബോഡി, അവരുടെ ശരീരം എന്താ രോമാവൃതമാണെന്നാണ് പറയുന്നത്. ദെൻ ഡി പോയിന്റ് ഫീഡ് മിൽക്ക് ടു ദെയർ യങ് വൺസ്, അവരവരുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് പോയിൻ്റാണ് ഈ മമ്മൽസിൻ്റെ സസ്തനികളുടെ സവിശേഷതയൽ അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് വരുന്നത്? യെസ്, ഫസ്റ്റ് വൺ ആണ് വരുന്നത് അല്ലേ, ദ ലേ എഗ്സ്, അവർ മുട്ടയിടുന്നവയാണ് എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ് കറക്റ്റ് അല്ലാത്തത്. Then B question, you might have heard about amphibians. What are their features? One feature is given below. Write two more. ഇവിടെ എന്താ ആംഫിബിയൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താ ആംഫിബിയൻസ് എന്ന് വെച്ചാൽ ഉഭയജീവികളില്ലേ. ദെൻ അവരുടെ ഫീച്ചേഴ്സ്, ഈ ഉഭയജീവികളുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ദെൻ അതിൽ 2 പോയിന്റും കൂടി നിങ്ങൾ ചേർത്തെഴുതണം, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ തന്നിട്ടുള്ളത്? ലിവ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. ഈ ആംഫിബിയൻസ് എന്ന് പറയുന്നത് എവിടെയൊക്കെ ജീവിക്കുന്നവരാ? വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളെയാണ് നമ്മൾ എന്താ പറയുക, ആംഫിബിയൻസ് അല്ലെങ്കിൽ ഉഭയജീവികൾ എന്ന് പറയുന്നത് അല്ലേ. വേറെ എന്തെല്ലാം എഴുതാം? ദി ഫസ്റ്റ് ഫേസ് ഓഫ് ദെയർ ലൈഫ് സൈക്കിൾ ഈസ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ, അവരുടെ ലൈഫ് സൈക്കിളിൻ്റെ ജീവിതചക്രത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ത് എഴുതാം? മമ്മൽസ് ഹാവ് സ്പൈൻസ്, ഉഭയജീവികൾ നട്ടെല്ലുള്ളവയാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, tadpole is formed by the hatching of eggs of frogs. Name this phenomenon. Write the name of the organism which shows this phenomenon other than frog. തവളയുടെ മുട്ട വിരിഞ്ഞുണ്ടാക്കുന്നത് എന്താണ്? വാൽമാക്രിയാണ് അല്ലേ. ആ ഒരു പ്രതിഭാസത്തെ, ഈ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ പറയുന്നത്? യെസ്, നമുക്കറിയാം അല്ലേ, മെറ്റാമോർഫോസിസ് എന്നാണ്, രൂപാന്തരണം എന്നാണ് ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്നത്. ദെൻ ഈ പ്രതിഭാസം കാണിക്കുന്ന മറ്റൊരു ജീവിയുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ തവളയിലല്ലാതെ വേറെ ഏത് ജീവിയിലാണ് ഇതുപോലെ രൂപാന്തരണം സംഭവിക്കുന്നത് എന്ന് എഴുതാനാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയുണ്ടായിരുന്നു? ബട്ടർഫ്ലൈ ഉണ്ട്, അതുപോലെ എന്താ ആൻഡ് ലയൺ, ലേസ്വിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഇവിടെ എഴുതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ ദ ഡിക്രീസ് ഇൻ ദ നമ്പർ ആൻഡ് എക്സ്റ്റെൻഷൻ ഓഫ് റെപ്റ്റൈൽസ്? ചൂസ് ഇറ്റ് ഫ്രം ബിലോ. എന്താണ് ഈ റെപ്റ്റൈൽസിൻ്റെ, പല ഉഭയജീവികളുടെയും എണ്ണം കുറയുകയും വംശനാശം സംഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാഥമിക കാരണം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. മെയിൻ റീസൺ ആയിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതാണ്? ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥയുടെ നാശം, ലോ ബ്രീഡിംഗ്, പ്രജനനക്കുറവ്, ദെൻ നോൺ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഭക്ഷണം ലഭിക്കാത്തത്, ദെൻ ഈറ്റൻ ബൈ അതർ അനിമൽസ്, മറ്റ് ജീവികൾ തിന്നു തീർക്കുന്നത്. ഇതിലേതാണ് ആൻസർ വരുന്നത്? യെസ്, ഓപ്ഷൻ എ ആണ് അല്ലേ, ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. ആവാസ വ്യവസ്ഥയുടെ നാശം കാരണമാണ് എന്താ ഈ റെപ്റ്റൈൽസിൻ്റെ, ഉഭയജീവികളുടെ എണ്ണം കുറയുന്നതും വംശനാശം സംഭവിക്കുന്നതും. ഇനി ബി ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഓർഗാനിസംസ്. ഇവിടെ താഴെ തന്നിരിക്കുന്ന ജീവികളെ നിങ്ങളോട് എന്താ പറയുന്നത്? ക്ലാസിഫൈ ചെയ്യാനല്ലേ, 2 കോളത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെല്ലാം ഓർഗാനിസംസ് ആണ് തന്നിട്ടുള്ളത്? റാബിറ്റ്, മുയൽ, സ്നേക്ക്, പാമ്പ്, ഹൗസ് ലിസാർഡ്, പല്ലി, കൗ, പശു അല്ലേ. ദെൻ ഇവിടെ ബോക്സ് തന്നിട്ടുണ്ട്, അതിൽ ഒരു കോളത്തിൽ എന്താ തന്നിട്ടുള്ളത്? മാമൽസ് എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. സസ്തനികളാണ് ആ കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് സസ്തനികൾ വരുന്നത്? യെസ്, റാബിറ്റ്, അതുപോലെ
കൊക്കാവൂ അല്ലേ, അത് രണ്ടുമാണ് സസ്തനികളിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഏതൊക്കെ ജീവികളാണ് ഉള്ളത്? യെസ്, സ്നേക്കും ഉണ്ട്, അതുപോലെ ഹൗസ് ലിസാർഡും ഉണ്ട് അല്ലേ. അത് രണ്ടും ഏത് വിഭാഗത്തിൽ പെടും? യെസ്, നമുക്കറിയാം അല്ലേ, റെപ്റ്റൈൽസിൽ ഉരകങ്ങളിൽ പെടുന്ന ജീവികളാണ് സ്നേക്കും ഹൗസ് ലിസാർഡും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ ക്ലാസിഫൈ ചെയ്ത് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ സ്നേക്ക് ബൈറ്റ് ബിഫോർ ടേക്കിംഗ് ടു ദി ഹോസ്പിറ്റൽ? ഒരു പാമ്പ് കടിയേറ്റ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ് അല്ലേ. എന്തൊക്കെയാണ്? ഡു നോട്ട് എൻജോയ് ദ ബൈറ്റ് സൈറ്റ് ഓർ ട്രൈ ടു സക്ക് ഓൺ ദി വെനം. എന്താണ്? കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ അതുപോലെ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതിരിക്കുക അല്ലേ. ദെൻ ഡോണ്ട് പാനിക് ദ ബിറ്റൻ പേഴ്സൺ, കൺസോൾ ആൻഡ് ഹെൽപ്പ് ദം സ്റ്റേ കാം. ആ കടിയേറ്റ ആളെ പരിഭ്രമിപ്പിക്കരുത് അല്ലേ, സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലേ. ദ നെക്സ്റ്റ് ആക്ടിവിറ്റി 3, വാട്ട് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ദി ഹെൽത്ത് ഓഫ് ടങ്. ടങ്ങിൻ്റെ, നാവിൻ്റെ ഹെൽത്തിന് വേണ്ടി, ആരോഗ്യത്തിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാ ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്തൊക്കെയാണ് വരുന്നത്? ഡോണ്ട് ഈറ്റ് എക്സ്ട്രീംലി ഹോട്ട് ഓർ കോൾഡ് ഫുഡ്. ചൂടോ തണുപ്പോ അധികമുള്ള വസ്തുക്കൾ കഴിക്കരുത്. അതുപോലെ ഡോണ്ട് ഫോഴ്സ്ഫുള്ളി ക്ലീൻ ദ ടങ് വിത്ത് എ ടങ് ക്ലീനർ. ശക്തിയായി നാവ് വടിക്കരുത്. ഈ രണ്ട് കാര്യമാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ ബി ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ? ഏറ്റവും വലിയ സെൻസ് ഓർഗൻ, ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരുന്നത്? നമ്മൾ പഠിച്ചതാണല്ലേ. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്: ഇയർ, ഐ, നോസ്, സ്കിന്ന്. ഇതിലേതാ വരുന്നത്? ചെവിയാണോ, കണ്ണാണോ, മൂക്കാണോ, ത്വക്കാണോ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം? യെസ്, ത്വക്കാണ് അല്ലേ. സ്കിന്നാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ സ്കിന്നാണ് ഏറ്റവും വലിയ സെൻസ് ഓർഗൻ. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ പോസ്റ്റർ ഇൻ കണക്ഷൻ വിത്ത് ഐ ഡൊണേഷൻ. ഐ ഡൊണേഷൻ, നേത്രദാനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്ത് എഴുതാം? നമ്മൾ നേത്രദാനം, മഹാദാനം എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പോസ്റ്ററിൽ എഴുതാവുന്ന വാചകങ്ങൾ നിങ്ങൾ എഴുതാം. ദെൻ എന്ത് കൊടുക്കാം? ഡൊണേറ്റ് ഐസ്, സീ ദ വേൾഡ് ട്വൈസ് എന്നൊക്കെ എഴുതാം അല്ലേ. നേത്രം ദാനം ചെയ്യുക, ലോകത്തെ 2 തവണ കാണുക എന്നൊക്കെ എഴുതാം അല്ലേ. ഇനി ആക്ടിവിറ്റി 4, ക്ലാസിഫൈ ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ ദെയർ പാർട്സ് യൂസ്ഡ് ഫോർ പ്ലാന്റിങ്. താഴെ തന്നിരിക്കുന്ന ഓരോ പ്ലാന്റ്സിനെയും നിങ്ങളോട് ക്ലാസിഫൈ ചെയ്യുക, തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ബേസ് ചെയ്തിട്ടാണ് തരംതിരിക്കേണ്ടത്? നമ്മൾ അതിൻ്റെ ഏത് ഭാഗമാണോ നമ്മൾ നടാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നടീൽ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ വേണം ഈ തന്നിരിക്കുന്ന പ്ലാന്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ലേഡീസ് ഫിംഗർ, വെണ്ട, താപ്പിയോക്ക, മരച്ചീനി, ഹിബിസ്കസ്, ചെമ്പരത്തി, പാഡി, നെല്ല്, അമരാന്തസ്, ചീര, റോസ് അല്ലേ. ഇത്രയും പ്ലാന്റ്സാണ് തന്നിട്ടുള്ളത്. ഇനി താഴെ ബോക്സ് തന്നിട്ടുണ്ട് അല്ലേ. അതിലെങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? ഫസ്റ്റ് കോളത്തിൽ ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റിങ് സ്റ്റെം ആണ് തന്നിട്ടുള്ളത്, തണ്ട് നട്ടിട്ടുണ്ടാകുന്ന പ്ലാന്റ്സ് അല്ലേ. അപ്പോൾ അതിലേതൊക്കെയാണ് വരാ? ഹിബിസ്കസ് തന്നിട്ടുണ്ട് അല്ലേ, ചെമ്പരത്തി. ദെൻ വേറെ ഏതൊക്കെയാണ്? ടാപ്പിയോക്ക, അതുപോലെ റോസ് അല്ലേ. മരച്ചീനിയും റോസൊക്കെ തണ്ട് നട്ടുണ്ടാക്കുന്ന പ്ലാന്റ്സ് ആണ്. ദെൻ അടുത്ത കോളത്തിൽ എന്താ തന്നിട്ടുള്ളത്? ഹെഡിങ് തന്നിട്ടില്ല അല്ലേ. സോ അതിൽ ഏതൊക്കെയാണ് വരുന്നത് പ്ലാന്റ്സ്? പാഡി വരുന്നുണ്ട്, നെല്ല്, അതുപോലെ ലേഡീസ് ഫിംഗർ, വെണ്ട അല്ലേ. ദെൻ ഒന്നും കൂടി അവിടെ എഴുതാനുണ്ട്. അപ്പോൾ നെല്ലും വെണ്ടയും ഒക്കെ എന്ത് നട്ടിട്ടുണ്ടാകുന്നതാണ് നമുക്കറിയാം അല്ലേ. സീഡ് നട്ടിട്ട്, വിത്ത് നട്ടുണ്ടാകുന്നതാണ് നെല്ലും വെണ്ടയും. അപ്പോൾ എന്ത് ഹെഡിങ് കൊടുക്കാം? ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ സീഡ് എന്നല്ലേ, വിത്ത് നട്ടുണ്ടാവുന്നവ എന്ന് എഴുതാം. ദെൻ അതിൽ ഒന്നും കൂടി ഫില്ല് ചെയ്യാനുണ്ട്. സോ ഏതാണ് ഇനി നെക്സ്റ്റ് വരുന്നത്? യെസ്, അമരാന്തസ് ആണ് അല്ലേ, ചീരയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായി നോക്കിയിട്ട് ഫില്ല് ചെയ്യാം. ഇനി ബി ക്വസ്റ്റ്യൻ, ഇഫ് ദ സീഡ്സ് സ്പ്രൗട്ട് അറ്റ് ദ ബോട്ടം ഓഫ് ദി പ്ലാന്റ്, സാപ്ലിങ്സ് കനോട്ട് ഗ്രോ പ്രോപ്പർലി. വിത്തുകൾ ഒരു പ്ലാന്റിൻ്റെ, ഒരു സസ്യത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഇങ്ങനെ വീണ് മുളക്കുകയാണെങ്കിൽ അതിനെന്താ നേരെ നല്ല രീതിയിൽ വളർന്ന് വലുതാകാനായിട്ട് സാധിക്കില്ല അല്ലേ. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സീഡ് ഡിസ്പേഴ്സൽ മെത്തേഡ്സ്? നിങ്ങളോട് ചോദിക്കുന്നത് ഏതാണ് വിവിധ തരം സീഡ് ഡിസ്പേഴ്സൽ മെത്തേഡ്സ് എന്നാണ് അല്ലേ. വിത്ത് വിതരണ രീതികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ. ത്രൂ വിൻഡ്, കാറ്റിലൂടെ വിത്ത് വിതരണം നടക്കുന്നുണ്ട് അല്ലേ. ദെൻ വേറെ ഏതെല്ലാം രീതികളാണ്? യെസ്, ത്രൂ വാട്ടർ അല്ലേ, ജലത്തിലൂടെ,
അതുപോലെ ത്രൂ അനിമൽ, ജന്തുക്കളിലൂടെ, അതുപോലെ എന്താ പൊട്ടിത്തെറിച്ചൊക്കെ എന്താ വിത്ത് വിതരണം നടക്കുന്നുണ്ട് അല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ അതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതാം. നെക്സ്റ്റ് സി, വിച്ച് അഡാപ്റ്റേഷൻ ഓഫ് പേപ്പേഴ്സ് ഹെൽപ്സ് ഇൻ ഇറ്റ്സ് സീഡ് ഡിസ്പേഴ്സൽ. പേപ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ, അപ്പൂപ്പൻ താടിയിൽ വിത്ത് വിതരണത്തിന് സഹായിക്കുന്ന അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ അനുകൂലന ഘടകം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മോർ വെയിറ്റ്, കനം കൂടുതലായതുകൊണ്ടാണോ? ദെൻ ഫ്ലോട്ട് ഇൻ വാട്ടർ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണോ? ദെൻ ഹെയറി പാർട്സ്, അതിൻ്റെ രോമം പോലെയുള്ള ഭാഗങ്ങളാണോ? അതുപോലെ അട്രാക്റ്റീവ് കളർ, അതിൻ്റെ ആകർഷകമായ നിറമാണോ? ഇതിലേതാ വരുന്നത്? യെസ്, ഇവിടെ ഹെയറി പാർട്സ് ആണ് അല്ലേ, അതിൻ്റെ രോമം പോലെയുള്ള ഭാഗങ്ങളാണ് അതിൽ സീഡ് ഡിസ്പേഴ്സലിന് ഹെൽപ്പ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 5, വാട്ടർ ഈസ് പ്രീഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഹെൽപ്സ് ഇറ്റ് ടു പാസ് ത്രൂ ദി പൈപ്പ്. ജലത്തിൻ്റെ ഏത് സവിശേഷത മൂലമാണ് ജലം പൈപ്പിലൂടെ കടന്നു പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏത് സവിശേഷത കാരണമാണ്? യെസ്, നമുക്കറിയാം അല്ലേ, ജലത്തിന് ഒഴുകാനുള്ള കഴിവുണ്ട് അല്ലേ. ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു ഫ്ലോയിങ് പ്രോപ്പർട്ടി മൂലമാണ് ജലത്തിന് പൈപ്പിലൂടെ കടന്നു പോകാനായിട്ട് കഴിയുന്നത്. Next, B question. There are various types of water conservation methods. Write any 3 of them. എന്താ പല രീതിയിലുള്ള വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് അല്ലേ, ജലസംരക്ഷണ മാർഗങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിലേതെങ്കിലും 3 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, സ്റ്റോൺ വാൾ, ചെക്ക് ഡാം, വെൽ റീചാർജ് അല്ലേ, കയ്യാല, തടയണ, മഴവെള്ള സംഭരണി, കിണർ റീചാർജിങ്. സി ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ദ സോളിഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്ന് വെച്ചാൽ ജലത്തിൻ്റെ ഖരാവസ്ഥ ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്? ഫസ്റ്റ് വൺ വെല്ലാണ് അല്ലേ, കിണർ. ദെൻ സെക്കൻഡ് വൺ വാട്ടർ ആണ്, ജലം. ദെൻ തേർഡ് വൺ വാട്ടർ വേപ്പർ, നീരാവി. ദെൻ ഫോർത്ത് വൺ ഐസ്. അപ്പോൾ ഇതിലേതാ വരുന്നത്? ഖരാവസ്ഥ, സോളിഡ് സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാ? ഖരം എന്ന് വെച്ചാൽ നമുക്കറിയാലോ, അതിനെ കട്ടയായിട്ടുള്ള കല്ല് പോലെയുള്ള രൂപത്തെയാണ് പറയുന്നത്. സോ ഇതിലേതാ വരുന്നത്? യെസ്, ഐസ് ആണ് ആൻസർ വരുന്നത്. ഇനി ആക്ടിവിറ്റി 6, യു മൈറ്റ് ഹാവ് ഡൺ ആൻ എക്സ്പെരിമെൻറ്റ് ഇൻ യുവർ ക്ലാസ് റൂം ടു പ്രൂവ് ദാറ്റ് എയർ ഈസ് നെസസറി ഫോർ ബേണിംഗ്. വാട്ട് ആർ ദി അതർ മെറ്റീരിയൽസ് നീഡഡ് അതർ ദാൻ എ മാച്ച് ബോക്സ്. എന്താണ്? നമ്മൾ കത്താൻ വായു ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു പരീക്ഷണം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ പരീക്ഷണത്തിന് മാച്ച് ബോക്സ് അല്ലാതെ, തീപ്പെട്ടി അല്ലാതെ വേറെ എന്തെല്ലാം സാമഗ്രികളാണ് ആവശ്യമായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? ക്യാൻഡിലും അതുപോലെ എന്താ ഗ്ലാസ്സുകളെ, മെഴുകുതിരിയും ഗ്ലാസ്സും ആണ് വേറെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ദെൻ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നോട്ട് ഓഫ് എക്സ്പെരിമെൻറ്റ് ദാറ്റ് പ്രൂവ്സ് എയർ ഈസ് നീഡഡ് ഫോർ ബേണിംഗ്. എന്താ? ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് കത്താൻ വായു ആവശ്യമാണെന്ന് തെളിയിക്കുന്നതിനുള്ള ആ ഒരു പരീക്ഷണത്തിൻ്റെ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ എങ്ങനെയാണ് നമ്മൾ പരീക്ഷണ കുറിപ്പ് എഴുതാം? ഫസ്റ്റ് നമ്മൾ എയിം ചെയ്തല്ലേ, എന്താണ് ലക്ഷ്യം? പ്രൂവ് എയർ ഈസ് നെസസറി ഫോർ ബേണിംഗ്. ബേണിങ്ങിന്, കത്തുന്നതിന് എയർ ആവശ്യമാണെന്ന് തെളിയിക്കുന്ന പരീക്ഷണമാണ് അല്ലേ. ദെൻ മെറ്റീരിയൽസ് റിക്വയർഡ്, എന്തെല്ലാം മെറ്റീരിയൽസ് ആവശ്യമായിട്ടുള്ളത്? ക്യാൻഡിൽസ് നമ്മൾ പറഞ്ഞു അല്ലേ, മെഴുകുതിരി, ഗ്ലാസ്, അതുപോലെ മാച്ച് ബോക്സ്, തീപ്പെട്ടിയും ആവശ്യമായിട്ടുണ്ട് അല്ലേ. ദെൻ പ്രൊസീജിയർ എഴുതുക അല്ലേ. ടേക്ക് 2 candles ഓഫ് ദി സെയിം സൈസ്, ലൈറ്റ് ബോത്ത് ദ ക്യാൻഡിൽസ്, കവർ വൺ ഓഫ് ദം വിത്ത് എ ഗ്ലാസ്, ഒബ്സർവ് ബോത്ത് ദി ക്യാൻഡിൽസ്. എന്ത് ചെയ്യാം? നമ്മൾ ഒരേ വലിപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക, രണ്ടും കത്തിച്ച് വെക്കുക, ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക, 2 മെഴുകുതിരികളും നിരീക്ഷിക്കുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദെൻ ഒബ്സർവേഷൻ, നിരീക്ഷണം എഴുതുക അല്ലേ. ദി ക്യാൻഡിൽ ഫ്ലെയിം ഈസ് പുട്ട് ഔട്ട് വെൻ ഇറ്റ് ഈസ് കവേർഡ് വിത്ത് എ ഗ്ലാസ്. ഗ്ലാസ് കൊണ്ട് മൂടുമ്പോൾ എന്താകുന്നുണ്ട്? ആ മെഴുകുതിരി ജ്വാല കെടുന്നുണ്ട് അല്ലേ, മെഴുകുതിരി കത്തുന്നത് കെടുകയാണ് ചെയ്യുന്നത്. ദെൻ അവസാനം അതിൻ്റെ ഇൻഫറൻസ് എന്ന് വെച്ചാൽ എന്താ? അനുമാനം എഴുതുക അല്ലെ, നിഗമനം എന്താണെന്ന് വെച്ചാൽ എഴുതാം. Air is necessary for the burning of all substances. When the candle light is covered with the glass, the air present in it is completely exhausted. Hence the candle flame is put out. എന്താണ്?
എല്ലാ പദാർത്ഥങ്ങളും കത്തുന്നതിന് ഓക്സിജൻ ആവശ്യമാണ്. മെഴുകുതിരി ജ്വാല ഗ്ലാസ് കൊണ്ട് മൂടുമ്പോൾ വായു സഞ്ചാരം തടസ്സപ്പെടുകയും മെഴുകുതിരി കത്താൻ ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് മെഴുകുതിരി അണഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പരീക്ഷണക്കുറിപ്പ് എഴുതുക അല്ലേ. ദെൻ സി ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്? ഇത് തന്നിരിക്കുന്നതിൽ ഏതാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്ന് വെച്ചാൽ എന്താ, പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: പെട്രോള്, ദെൻ വിൻഡ് കാറ്റ്, ദെൻ സോളാർ എനർജി സൗരോർജം, ദെൻ അതുപോലെ കോള് കൽക്കരി. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് എന്താ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് വരുന്നത്? യെസ്, ഇതിൽ പെട്രോളും അതുപോലെ കോളും അല്ലേ, കൽക്കരിയും പെട്രോളുമാണ് നമുക്ക് പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ. ഇനി ആക്ടിവിറ്റി 7, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ ദ മാൻ മെയ്ഡ് മെഷീൻസ്. മാൻ മെയ്ഡ് മെഷീൻസ് മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണല്ലോ കൃത്രിമ ഉപഗ്രഹങ്ങൾ. റൈറ്റ് എനി 2 സർവീസസ് ദേ ഡു ടു അസ്. ഇവ നൽകുന്ന 2 സേവനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് നൽകുന്ന ഈ കൃത്രിമ ഉപകരണങ്ങൾ നൽകുന്ന 2 സർവീസുകൾ, 2 സേവനങ്ങളാണ് എഴുതേണ്ടത്. സോ ഒന്നിവിടെ തന്നിട്ടുണ്ട് അല്ലേ, വെതർ ഫോർകാസ്റ്റ്, കാലാവസ്ഥ പ്രവചനം ചെയ്യുന്നുണ്ട് അല്ലേ. എന്തൊക്കെ എഴുതാം? സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ, നാവിഗേഷൻ, ജിയോഗ്രഫിക്കൽ ഒബ്സർവേഷൻ, ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ച്, വാർത്താവിനിമയം, വിദ്യാഭ്യാസം, ഗതി നിർണയം, ഭൗമനിരീക്ഷണം, പ്രതിരോധം. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. 2 കോളം തന്നിട്ടുണ്ട്, അത് തമ്മിൽ മാച്ച് ചെയ്യാനാണ്. അപ്പോൾ എ കോളത്തിന് മാച്ച് ആയത് ബി കോളത്തിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഫസ്റ്റ് കോളത്തിൽ സൂര്യനാണ് തന്നിട്ടുള്ളത്, ദെൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിലെ കൃത്രിമ ഉപഗ്രഹം, ദെൻ അടുത്തത് റോക്കറ്റ്, ദെൻ അടുത്തത് മൂണ് ചന്ദ്രൻ. നെക്സ്റ്റ് കോളത്തിലോ സാറ്റലൈറ്റ് ഓഫ് ദി എർത്തിലെ ഭൂമിയുടെ ഉപഗ്രഹമാണെന്ന് പറയുന്നുണ്ട്, ദെൻ സെൽഫ് ഗ്ലോയിങ് ആണ്, സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ദെൻ അടുത്തത് വെതർ ഫോർകാസ്റ്റ്, കാലാവസ്ഥാ പ്രവചനം, ദെൻ അടുത്തത് ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇൻ ദി സ്കൈ, കൃത്രിമ ഉപഗ്രഹങ്ങളെ ആകാശത്ത് എത്തിക്കും എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ മാച്ച് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് സണ്ണാണ് വരുന്നത്. സണ്ണ് ഏതായിട്ട് മാച്ച് ചെയ്യാം? സെൽഫ് ഗ്ലോയിങ് ആണ് അല്ലേ. സണ്ണ് എന്ന് വെച്ചാൽ സ്വയം പ്രകാശിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അല്ലേ, കൃത്രിമ ഉപഗ്രഹം, അതിലേതാ വരുന്നത്? വെതർ ഫോർകാസ്റ്റ് ആണ് അല്ലേ, കാലാവസ്ഥ പ്രവചനം നടത്തുന്നത് കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. ദെൻ അടുത്തത് റോക്കറ്റ് ആണ്. റോക്കറ്റിനെ എന്തായിട്ട് മാച്ച് ചെയ്യാം? ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇൻ ദി സ്കൈ, കൃത്രിമ ഉപഗ്രഹങ്ങളെ ആകാശത്ത് എത്തിക്കുന്നത് ആരാണ്? റോക്കറ്റ് ആണ് അല്ലേ. then അടുത്തത് മൂണാണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ഓഫ് ദി എർത്ത് ആണ്, ഭൂമിയുടെ ഉപഗ്രഹമാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ മെത്തേഡ് ദാറ്റ് ഹെൽപ്സ് ആസ് റീച്ച് ദ ഡെസ്റ്റിനേഷൻ വെൻ വി ട്രാവൽ ത്രൂ ആൻ അൺനോൺ വേ. നമ്മൾ അറിയാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷനിൽ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിനെ എന്താ പറയുകയെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ഷാഡോ ആണ്. ഷാഡോ എന്ന് വെച്ചാൽ നിഴൽ നോക്കി. ദെൻ നെക്സ്റ്റ് TV, നെക്സ്റ്റ് C വരുന്നത് GPS, അതുപോലെ D വരുന്നത് റേഡിയോ. ഇതിലേതാണ് നമുക്ക് നമ്മുടെ ഈ ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? യെസ്, നമുക്കറിയാം അല്ലേ, GPS ആണ് ആൻസർ വരുന്നത്. ഓക്കെ.